ഹലോ മക്കളെ, വെൽക്കം ബാക്ക് ടു CMS ക്രിയേഷൻസ്. നമ്മൾ നോക്കാൻ പോകുന്നത് ക്ലാസ് 8 CBSE ക്ലാസ് 8 ടെസ്റ്റ് ആൻഡ് ക്വാഡ്രിലാറ്ററൽ എന്ന് പറയുന്ന മൂന്നാമത്തെ ചാപ്റ്ററിലെ എക്സസൈസ് 3.2 ക്വസ്റ്റ്യൻ നമ്പർ 5 ആണ്. Is it possible to have a regular polygon with a measure of each exterior angle as 22 degree? Can it be an interior angle of a regular polygon? Why? അഥവാ ഒരു എക്സ്റ്റീരിയർ ആംഗിൾ 22 ആയിട്ട് ഒരു പോളിഗൺ റെഗുലർ പോളിഗൺ ഉണ്ടാവുമോ? ഈ 22 ഇന്റീരിയർ ആംഗിൾ ആയാൽ എന്ത് സംഭവിക്കും? അങ്ങനെ ഫോം ചെയ്യാൻ പറ്റുമോ? സോ ഇതൊക്കെ നമുക്ക് വളരെ സിമ്പിളായിട്ട് ചെയ്യാൻ പറ്റുന്നത്. നമുക്ക് എക്സ്റ്റീരിയർ ആംഗിൾ തന്നു കഴിഞ്ഞാൽ നമ്പർ ഓഫ് സൈഡ് കാണുന്നത് നമ്മൾ തൊട്ട് മുമ്പത്തെ ചോദ്യത്തിൽ ചെയ്തു. ഓക്കെ, ഇവിടെയും അതേപോലെ തന്നെ നമ്മൾ നമ്പർ ഓഫ് സൈഡ് കാണാം. ഈ നമ്പർ ഓഫ് സൈഡ് കാണുമ്പോൾ ദ നമ്പർ ഓഫ് സൈഡ് ഷുഡ് ബി എ നാച്ചുറൽ നമ്പർ. ഈ നമ്പർ ഓഫ് സൈഡ് എന്ന് പറയുന്നത് ഒരു നാച്ചുറൽ നമ്പർ ആവണം. കാരണം ഒരു പോളിഗണിന്റെ നമ്പർ ഓഫ് സൈഡ് ഒരിക്കലും നെഗറ്റീവ് വരില്ല, ഫ്രാക്ഷൻ വരില്ല. വിച്ച് മീൻസ് നമ്മൾ ഒരിക്കലും ഈ പോളിഗണ് 1.5 അല്ലെങ്കിൽ 1/2 സൈഡ്സ് ഉണ്ട്, അല്ലെങ്കിൽ -2 സൈഡ്സ് ഉണ്ട്, അല്ലെങ്കിൽ 0 സൈഡ്സ് എന്ന് പറയാറില്ല. നമ്മളുടെ ഏറ്റവും ചെറിയ പോളിഗൺ എന്ന് പറയുന്നത് 3 സൈഡഡ് പോളിഗൺ ആണ്. സോ 3യുടെ അങ്ങോട്ടും മുകളിലോട്ടാണ് നമ്മൾ നമ്പർ ഓഫ് സൈഡ് വരുന്നത്. അപ്പം നമ്മൾ ഈ എക്സ്റ്റീരിയർ ആംഗിൾ കിട്ടിക്കഴിഞ്ഞാൽ നമ്മൾ ആദ്യം നമ്പർ ഓഫ് സൈഡ് കണ്ടുപിടിച്ചാൽ മതി. ഓക്കെ, സോ അതിൽ ഫസ്റ്റ് ക്വസ്റ്റ്യൻ്റെ ആൻസർ നമുക്ക് നോക്കാം. ഈസ് ഇറ്റ് പോസിബിൾ ടു ഹാവ് എ റെഗുലർ പോളിഗൺ വിത്ത് മെഷർ ഓഫ് ഈച്ച് എക്സ്റ്റീരിയർ ആംഗിൾ 22 ഡിഗ്രി എന്നാണ് ചോദിച്ചിട്ടുള്ളത്. സോ NX = 360. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്പർ ഓഫ് സൈഡ് ആണ്. എക്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 1 എക്സ്റ്റീരിയർ ആംഗിൾ ആണ്. ഓക്കെ, സോ 1 എക്സ്റ്റീരിയർ ആംഗിൾ ഇവിടെ 22 ആണ്. സോ n × 22 = 360. സോ n = 360/22. ഈ 360യെ നമുക്ക് 22 കൊണ്ടൊന്ന് ഡിവൈഡ് ചെയ്ത് നോക്കാം. റിമൈൻഡർ 0 ആണ് വരുന്നതെങ്കിൽ വിച്ച് മീൻസ് ഇറ്റ്സ് എ ടെർമിനേറ്റിംഗ് ഡെസിമൽ എക്സ്പാൻഷൻ. ടെർമിനേറ്റിംഗ് ഒക്കെ നമ്മൾ അടുത്ത ക്ലാസ്സിലാണ് പഠിക്കുന്നത്. ഓക്കെ, എന്തായിക്കോട്ടെ, ഇവിടുത്തെ റിമൈൻഡർ 0 ആണെങ്കിൽ ഇറ്റ് വിൽ ബി ദ എക്സ്റ്റീരിയർ ആംഗിൾ, അല്ലെങ്കിലോ നോട്ട് എക്സ്റ്റീരിയർ ആംഗിൾ. സോ 36ൽ 122 ആണുള്ളത്. 122s are 22. ദെൻ 6ന്ന് 2 പോയാൽ 4 കിട്ടും. ദെൻ 3ന്ന് 2 പോയാൽ 1, 0ന് ഇറക്കി എഴുതി. ഓക്കെ, 22നെ ഞാൻ 5 കൊണ്ടൊന്ന് ചെയ്ത് നോക്കുകയാണ്. 22 × 5. 2 5s are 10. റിമൈൻഡർ 1. 2 5s are 10. 10 + 1 11. ഓക്കെ, സോ 110 കിട്ടും. ഇതിന് പുറമെ ഇനി ഒരു 22നും കൂടിയുള്ള ചാൻസ് ഉണ്ടോ നമുക്ക് നോക്കിയാലോ? ഇറ്റ്സ് 140 ആണ് നമുക്ക് വേണ്ടത്, അല്ലേ? 140 വരേണ്ടത്. അപ്പോൾ 5ൽ കൂടുതൽ വരുന്നുള്ള കാര്യം ഉറപ്പാണ്, അല്ലേ? അപ്പം നമുക്കൊരു 7 എണ്ണം എടുത്ത് നോക്കിയാലോ? 22 × 2 വേണ്ട, 6. ഒരെണ്ണം കൂടി ആഡ് ചെയ്താൽ മതിയായിരുന്നു, അല്ലേ? 1 6 6 6 12ക്ക് 2 ശിഷ്ടം 1 വരും. 2 12 1 13. ഓക്കെ, ഇനി ഒരു 22ന് ഇവിടെ ഗ്യാപ്പ് ഇല്ല. കാരണം ഇനി ഒരു 22 കൊടുത്തു കഴിഞ്ഞാൽ ഇറ്റ്സ് മോർ ദാൻ 140 വരും. 2 2 4 3 2 5 1. സോ എത്ര എണ്ണേ ഉണ്ടാവുള്ളൂ? 6 ഉണ്ടാവുള്ളൂ. സോ വി ക്യാൻ റൈറ്റ് ദാറ്റ് 6 ഹിയർ. ഓക്കെ, 6 × 22, what is it? 132. സോ 140ന്ന് 32 പോയാൽ റിമൈൻഡർ 8 കിട്ടും. ഇനി നമ്മളിവിടെ ഒരു 0 ഇട്ട് കൊടുത്ത് ഇവിടെ ഒരു പോയിന്റ് ഒക്കെ ഇടണം. നമ്മൾ ഒരിക്കലും 16.3 സൈഡ് അല്ലെങ്കിൽ 16.2 സൈഡുള്ള ഒരു പോളിഗൺ എന്ന് നമ്മൾ പറയാറുണ്ടോ? ഇല്ലല്ലോ, ഇല്ല. സോ 360 is not divisible by 22 ആണ്. ഓക്കെ, അതിൻ്റെ റിമൈൻഡർ 8 ആണ് വരുന്നത്. അതുകൊണ്ട് തന്നെ 22 എന്ന് പറയുന്നത് ഒരു എക്സ്റ്റീരിയർ ആംഗിൾ ആവില്ല എന്നുള്ള കാര്യത്തിൽ എന്തായി? തീരുമാനമായി. ഓക്കെ, അപ്പോൾ 22 എന്താവില്ല? എക്സ്റ്റീരിയർ ആംഗിൾ ആവില്ല. 16.3 ആണ് വരുന്നത്. നമ്മളൊരു ഡിവൈഡ് ചെയ്യുമ്പോൾ കിട്ടുന്നത്. സോ നമ്പർ ഓഫ് സൈഡ് കാൺ ബി എ ഡെസിമൽ നമ്പർ. നമ്പർ ഓഫ് സൈഡ് എന്താവില്ല? ഡെസിമൽ നമ്പർ ആവില്ല. അതുകൊണ്ട് തന്നെ 22 എന്ന് പറയുന്നത് പോസിബിൾ അല്ല. ഇറ്റ് ഈസ് നോട്ട് പോസിബിൾ ടു ഹാവ് 22 ഡിഗ്രി ആസ് ആൻ എക്സ്റ്റീരിയർ ആംഗിൾ. ഇനി സെക്കൻഡ് നമ്മളോട് ചോദിച്ചിട്ടുള്ളത് ഇതൊരു ഇൻറ്റീരിയർ ആംഗിൾ ആവുമോ എന്നാണ് ചോദിച്ചിട്ടുള്ളത്. നമ്മളിതിന് മുമ്പത്തെ ചോദ്യം ചെയ്ത പോലെ തന്നെ ഇൻറ്റീരിയർ ആംഗിൾ കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് ആദ്യം എക്സ്റ്റീരിയർ ആംഗിൾ ഫൗണ്ട് ചെയ്യാം. ഇൻറ്റീരിയർ ആംഗിളും എക്സ്റ്റീരിയർ ആംഗിളും ആഡ് ചെയ്യുമ്പോൾ 180 കിട്ടും. ഒരു എക്സാമ്പിളൊക്കെ നമ്മൾ കഴിഞ്ഞ ക്വസ്റ്റ്യനിൽ പറഞ്ഞാണ്. ഇപ്പോൾ ഒരു ട്രയാംഗിൾ എടുക്കുകയാണെന്നുണ്ടെങ്കിൽ ട്രയാംഗിളിൻ്റെ ഇൻറ്റീരിയർ ആംഗിൾ എവിടെയാണ് വരുന്നത്? അതിൻ്റെ എക്സ്റ്റീരിയർ ആംഗിൾ എവിടെയാണ് വരുന്നത്? ഈ ഇൻറ്റീരിയർ ആംഗിളും എക്സ്റ്റീരിയർ ആംഗിളും ഫോം ചെയ്യുന്നത് ഒരു സ്ട്രൈറ്റ് ലൈൻ ആണ്. സ്ട്രൈറ്റ് ലൈൻ്റെ ആംഗിൾ എന്ന് പറയുന്നത് 180 ആണ്. ഓക്കെ, സോ അപ്പോൾ ഇൻറ്റീരിയർ ആംഗിളിനെ നമ്മൾ 22 എന്ന് എടുത്തു. എക്സ്റ്റീരിയർ ആംഗിൾ കാണണം. ഈ 22നെ അപ്പുറത്തോട്ട് കൊണ്ടുവരും. ദാറ്റ് മീൻസ് 180 - 22.
10 ന്ന് 2 പോയാൽ നമുക്ക് 8 കിട്ടും. ഇവിടെ 7 ആവും. 7 ന്ന് 2 പോയാൽ 5. ഇറ്റ്സ് 158. 8 2 10, 5 2 7 8. സോ ഇറ്റ്സ് 158 കിട്ടും. ഓക്കെ, സോ വൺ എക്സ്റ്റീരിയർ ആംഗിൾ നമുക്ക് കിട്ടി. ഇറ്റ്സ് 158. 158 ആണ് ഒരു എക്സ്റ്റീരിയർ ആംഗിൾ. ഇനി നമ്മൾ തൊട്ട് മുമ്പത്തെ ചോദ്യം ക്വസ്റ്റ്യൻ ചെയ്ത പോലെ തന്നെ ഇവിടെ നമ്മൾ NX എന്ന് പറയുന്ന ഇക്വേഷൻ യൂസ് ചെയ്യണം. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്പർ ഓഫ് സൈഡ്, അത് നമുക്കറിയില്ല. പക്ഷേ എക്സ് നമുക്കറിയാം. ഇറ്റ്സ് എക്സ്റ്റീരിയർ ആംഗിൾ ആൻഡ് ദാറ്റ് ഈസ് 158. ഓക്കെ, ഇനി 158നെ നമ്മൾ അപ്പുറത്തോട്ട് കൊണ്ടുപോയിട്ട് നമ്മൾ എന്ത് ചെയ്യണം? കണ്ടുപിടിക്കാൻ പോവാണ്. അപ്പോൾ ഈ 360നെ നമ്മൾ നോക്കുമ്പോൾ തന്നെ ജസ്റ്റ് നമ്മളിത് ഡിവൈഡ് ചെയ്യാതെ തന്നെ നമുക്ക് പറയും ഇറ്റ് ഈസ് നോട്ട് ഡിവിസിബിൾ എന്ന് പറയും. 360ൽ ഒരു 58 ഉണ്ട്. 2 58 വരുമ്പോൾ 150ഉം 150 എന്ന് പറയുന്നത് എത്രയാണ്? 158ലോട്ട് ഒരു 158 കൂടി കൂട്ടിയാൽ അത് 300ൻ്റെ മേലൊക്കെ പോയി. 8 8 16 6 ശിഷ്ടം 1 വരും. 5 5 10 10 1 11 1 ശിഷ്ടം 1 316 വരും. ഇനി ഇതിലേക്കൊരു 158 പോകാനുള്ള ഗ്യാപ്പ് ഉണ്ടോ? ഇല്ലല്ലോ. ഇനി ഇതിലേക്കൊരു 158 വരുമ്പോൾ അത് 400ൻ്റെ മുകളിലോട്ട് പോകും. അപ്പം നമുക്ക് ഈ 360നെ 158 ഡിവൈഡ് ചെയ്യുമ്പോൾ 2 പോയിന്റ് സംതിങ് ആണ് കിട്ടുക. കാരണം 158 158 316 ആയിട്ടുള്ളൂ. ഇത് പൂർണ്ണമായിട്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റുകയാണെന്നുണ്ടെങ്കിൽ കൂട്ടുമ്പോൾ നമുക്ക് 360ലോട്ട് എത്തണ്ടേ? എത്തിയിട്ടില്ലല്ലോ. ഇല്ല. അപ്പോൾ ഈ 360നെ നമ്മൾ 158 ഡിവൈഡ് ചെയ്യുമ്പോൾ നമുക്ക് 310 ഇങ്ങനെ കിട്ടും. 360നെ നമ്മൾ 158 ഡിവൈഡ് ചെയ്യുമ്പോൾ 2 158 316 കണ്ടോ. ദെൻ 10 ഇവിടെ 0 ആണല്ലോ. 10 ന്ന് 6 പോയാൽ 4, 5 ന്ന് 1 പോയാൽ 4, 44 റിമൈൻഡർ കിട്ടും. ഓക്കെ, ഇനി ഇതിലേക്കൊരു 8 2 10 4 14 ഇഷ്ടം 1 5 3 6 3 7 3 3 4 474 ഒക്കെയാണ് പോകുന്നത്. പക്ഷെ ഇവിടെ 44 വരുള്ളൂ. അപ്പോൾ വീണ്ടും 2 പോയിന്റ് സംതിങ് തന്നെ കിട്ടും. കേട്ടോ, 2.27 എന്നാണ് കിട്ടുക. കാരണം 440 3 ആകുമ്പോൾ 474 3 അവിടെ അല്ലല്ലോ, അവിടെ 2 വീണ്ടും വരുള്ളൂ. അപ്പോൾ ഇവിടെ നമ്പർ ഓഫ് സൈഡ് എന്ന് പറയുന്നത് 2.27 ആയി. ഇവിടെയും നമുക്ക് എന്താ കിട്ടിയത്? ദാറ്റ് ഈസ് ഓൾസോ എ ഡെസിമൽ പോയിന്റ്. നമ്പർ ഓഫ് സൈഡ് എന്താവില്ല? ഡെസിമൽ നമ്പർ ആവില്ല. കാരണം നമ്മൾ ഈ പോളിഗണ് 2.27 നമ്പർ ഓഫ് സൈഡ് ആണെന്നുള്ളത് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല? പറയാൻ പറ്റില്ലല്ലോ. ഇല്ല. സോ ഇവിടെയും നമ്പർ ഓഫ് സൈഡ് എന്താണ്? ഡെസിമൽ നമ്പർ ആണ്. സോ ഇറ്റ് ഈസ് ഓൾസോ നോട്ട് പോസിബിൾ. നമ്പർ ഓഫ് സൈഡ് ക്യാൻ ബി എ ഡെസിമൽ നമ്പർ. അപ്പോൾ ഈ 22 എന്ന് പറയുന്നത് ഇന്റീരിയർ ആംഗിൾ ആവോ? എക്സ്റ്റീരിയർ ആംഗിൾ ആവില്ല എന്ന് പറഞ്ഞു. ഇതേപോലെ തന്നെ ഇന്റീരിയർ ആവോ? ഇല്ല. ഓക്കെ, ഇറ്റ് ഈസ് നോട്ട് പോസിബിൾ ടു ഹാവ് 22 ഡിഗ്രി ആസ് ആൻ ഇന്റീരിയർ ആംഗിൾ. അപ്പോൾ എക്സ്റ്റീരിയറും ആവില്ല, ഇന്റീരിയറും ആവൂല. ഓക്കെ.